നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 9 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അമേരിക്കയുടെ ഇറാൻ ആക്രമണം വലിയ തോതിൽ വീണ്ടും പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കിയിരിക്കുകയാണ്, സംശയമില്ല. അതിനുള്ള തിരിച്ചടി ഗൾഫ് മേഖലകളിലേക്ക് ഇറാൻ നടത്തുമെന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിലേക്കും ആക്രമണം നടത്തുമെന്ന ഭീഷണി ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നു. ഇസ്രായേലിന്റെ പല മേഖലകളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകണം എന്നുള്ള മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ചർച്ചകൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. ഇനി ചർച്ചകൾ ഉടൻ ഉണ്ടാവില്ല എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. ഇതടക്കം നിരവധി വാർത്തകൾ വിശദമായി നമുക്ക് പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. എല്ലാ ചർച്ചകളും ഇറാൻ നിർത്തിവെച്ചതായി ഇറാനിയൻ മാധ്യമം. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലെന്ന് വിശദീകരണം. വെടിനിർത്തൽ ലംഘനത്തിന്റെ അനന്തര ഫലങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും ഉത്തരവാദികളെന്ന് ഇറാൻ. ഉത്തര ഇസ്രായേലിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇറാന്റെ അന്ത്യശാസനം. ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടി നൽകും. ഇസ്രായേൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ ആവർത്തിച്ച് ലംഘിക്കുകയാണെന്നും ഇറാൻ. ചെലവ് കുറഞ്ഞ യുദ്ധ ഡ്രോണുകളുടെ വൻ ശേഖരം നിർമ്മിക്കാൻ ഒരുങ്ങി US. പരമ്പരാഗത വൻകിട പ്രതിരോധ കമ്പനികളെ ഒഴിവാക്കും. യുദ്ധങ്ങളിൽ ചെറിയ ഡ്രോണുകൾ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് വിലയിരുത്തൽ. 30,000 ഡ്രോണുകൾ നിർമ്മിക്കാൻ 9,100 കോടി രൂപയുടെ കരാർ. അണ്ണാമലൈ BJP വിടുമോ? തമിഴ്നാട്ടിൽ ചർച്ചയായി നേതാവിന്റെ നീക്കം. കോയമ്പത്തൂരിൽ കൂറ്റൻ ഫ്ലക്സുകൾ ഉയർന്നു. BJP ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ അണ്ണാമല ഡൽഹിയിൽ. അമിത്ഷായെയും കാണും. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. ജന്തർ മന്ദറിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ സമരമിരിക്കും. ജൂൺ 6 ഡൽഹിയിലെത്തും. സമരത്തിൽ അണിചേരാൻ യുവാക്കളോട് ഇൻസ്റ്റാഗ്രാം വഴി ആവശ്യം. പിണറായിയുടെ വീട്ടിൽ നടന്ന റെയ്ഡിനിടെ ഉണ്ടായ ആക്രമണങ്ങളിൽ നേതാക്കളെയും പ്രതി ചേർക്കണമെന്ന് ED. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ കൂടി അറിവോടെ. കേസിൽ കക്ഷി ചേരാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവ് ശേഖരണം തുടങ്ങി. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ഒളിവിൽ തുടരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. 5 പ്രതികൾക്കെതിരെയും നരഹത്യാ കുറ്റം. വിധി പറയുക ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. സംസ്ഥാനത്തെ വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം. റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകി. പെട്രോളിയം വില വർധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയെന്നും പ്രതിപക്ഷം. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം. ടിനി ടോമിനെതിരെ പോലീസിൽ പരാതി നൽകിയ അൻസിബ. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് പരാതിയിൽ. നടി ലക്ഷ്യപ്രിയയുടെ ഭർത്താവിനോട് മൊഴി നൽകാൻ ഹാജരാകാൻ പോലീസ്. അൻസിബയ്ക്ക് പിന്തുണയുമായി അസിഫ് അലിയും അജു വർഗീസും. രാഷ്ട്രീയ തർക്കമായി തലസ്ഥാനത്തെ അട്ടക്കുളങ്ങര സ്കൂൾ കെട്ടിടം തകർന്നു വീണ അപകടം. 3 കോടി മുടക്കി നവീകരിച്ചതെന്ന് മേയർ VV രാജേഷ്. നിഷേധിച്ച് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. DEOയുടെ റിപ്പോർട്ട് ഇന്ന്. ഉന്നതതല അന്വേഷണം വേണമെന്നും മേയർ. സ്കൂളിൽ തകർന്നു വീണത് ഓഫീസ് മുറി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം. കർണാടകയിൽ DK ശിവകുമാർ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട്. മന്ത്രിമാരെ നിശ്ചയിക്കാൻ ഡൽഹിയിൽ ചർച്ചകൾ. മകൻ യതീന്ദ്രൻ അടക്കം 8 വിശ്വസ്തരെ മന്ത്രിമാരാക്കണമെന്നും സുപ്രധാന വകുപ്പുകൾ വേണമെന്നുമുള്ള കടുംപിടുത്തത്തിൽ സിദ്ധരാമയ്യ. പുതുമുഖങ്ങളെ പരിഗണിക്കുമെന്ന നിലപാടിൽ DK. എൽനിനോ കേരളത്തെ വലച്ചേക്കും. കാലവർഷം തണുക്കുമെന്ന് സൂചന. വേനൽ മഴയെയും ബാധിച്ചു. ഇത്തവണ കിട്ടിയത് 12% മാത്രം അധിക മഴ. കാലവർഷം കേരളത്തോട് അടുക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ വരവറിയിച്ച് പലയിടത്തും മഴ കനത്തു. റെക്കോർഡ് വരുമാനവുമായി KSRTC ബജറ്റ് ടൂറിസം. കഴിഞ്ഞ മാസത്തെ വരുമാനം 6.84 കോടി. 2025 മെയ് മാസം ലഭിച്ചതിനേക്കാൾ 2.5 കോടി കൂടുതൽ. ഈ വർഷം ഇതുവരെ കിട്ടിയത് 26.58 കോടി. പണം വാരിക്കൂട്ടുന്നതിലും കേമനായി വൈഭവ് സൂര്യവംശി. IPL കഴിഞ്ഞപ്പോൾ കിട്ടിയത് 3 കോടി. രാജസ്ഥാൻ റോയൽസ് പ്രതിഫലമായി നൽകിയതിന്റെ 3 ഇരട്ടി.
പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. ഉത്തര ഇസ്രായേലിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇറാന്റെ അന്ത്യശാസനം വന്നിരിക്കുന്നു. ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് വളരെ കൃത്യമായി തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ആക്രമണം നടത്തുമെന്ന ഭീഷണി ഇസ്രായേൽ നടപ്പിലാക്കിയാൽ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ സൈന്യം ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയാൽ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ഇറാന്റെ സെൻട്രൽ മിലിറ്ററി കമാൻഡ് വടക്കൻ ഇസ്രായേലിലെ താമസക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA പുറത്തുവിട്ട പ്രസ്താവനയിൽ ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റമുണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്ന പശ്ചാത്തലമാണ്. അങ്ങനെ ഇസ്രായേലിൻ്റെ ഭീഷണിയെ ആ നിലയ്ക്ക് നേരിടാൻ ഇറാൻ നിശ്ചയിച്ച പശ്ചാത്തലം ചെറിയ ആശങ്കയല്ല ആ മേഖലയിൽ സൃഷ്ടിക്കുന്നത്. വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ആവർത്തിച്ച് ലംഘിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം വെടിനിർത്തൽ കരാർ എന്നാണ് ഇറാന്റെ കുറ്റപ്പെടുത്തൽ. ഇത്തരത്തിലുള്ള ഭീഷണി നടപ്പാക്കുകയാണെങ്കിൽ വടക്കൻ മേഖലകളിൽ അടക്കം വലിയ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേലുകൾക്കുള്ള ഭീഷണിയും നൽകിയിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒഴിഞ്ഞു പോകണമെന്നുള്ള നിർദ്ദേശം നൽകുന്നത് കാര്യങ്ങൾ കടുപ്പിക്കുന്ന ലക്ഷണമാണല്ലോ. രഞ്ജിത്ത്, ഇറാന്റെ ആരോപണങ്ങൾ ഒരു പരിധിവരെ ശരി വയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ ഒരു ആക്രമണം അല്ലെങ്കിൽ സമീപനം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ലെബനിലേക്ക് ഇപ്പോൾ ആക്രമണം നടത്തേണ്ട ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ തുടരെ ലെബനിലേക്ക് ആക്രമണം നടത്തുന്ന നിലയുണ്ടാകുന്നു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അടക്കം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി. ഇത് തന്നെയാണ് ഇറാനെ ചൊടിപ്പിച്ചത്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. വെടിനിർത്തൽ കരാർ 60 ദിവസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ടുള്ള കരാറിന് വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. കാരണം നേരത്തെയുള്ള വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി അവസാനിക്കുന്നു. അവിടെയാണ് മറ്റൊരു 60 ദിവസത്തേക്ക് കൂടി വെടിനിർത്തൽ കരാർ നീട്ടാനുള്ള അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. തൊട്ടു പിന്നാലെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഇറാന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. വ്യോമാക്രമണമാണ്. ഗോറുഖ് എന്ന പ്രവിശ്യയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായില്ലെങ്കിൽ പോലും അങ്ങനെ ഇറാനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അവിടെയാണ് കുവൈറ്റിന് നേരെയുള്ള ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. UAE അതിനെ അപലപിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഒരു പരിധിവരെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു. ചില വിഷയങ്ങളിൽ മാത്രം തട്ടിയാണ് ഈ ചർച്ച ഏറ്റവും ഒടുവിൽ അലസിപ്പോയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ്റെ ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഹോർമൂസിലെ അധികാര തർക്കവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഒരു പരിധിവരെ ഇറാൻ പലതിലും വഴങ്ങിയേക്കും എന്നൊരു സൂചന ഉണ്ടായിരുന്നു. അവർ ആദ്യം തന്നെ മുന്നോട്ട് വെച്ചൊരു ആവശ്യം ലെബനനെ ആക്രമിക്കരുത്, യമനെയും ലെബനനെയും ഉൾപ്പെടെ ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ ഇസ്രായേൽ ആക്രമിക്കരുത് എന്നതായിരുന്നു. അങ്ങനെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി അത്തരമൊരു കാര്യം കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്നാൽ അത് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആക്രമണമുണ്ടായത്. മാത്രമല്ല ബെയ്റൂട്ടിലേക്ക് വലിയ തോതിൽ അത് ഹിസ്ബുള്ള പ്രബലമായിട്ടുള്ളൊരു കേന്ദ്രമാണ്. അല്ലെങ്കിൽ ആ തരത്തിൽ അവർക്കൊരു ആധിപത്യമുള്ള പ്രദേശങ്ങൾ ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ആക്രമണം ഉണ്ടാകും, അവിടെയുള്ള ജനങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നു. അത് ഒരു തരത്തിൽ ഇറാനെ സംബന്ധിച്ച് ഭീഷണിപ്പെടുത്തലാണ്. ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യത്തെ ആക്രമിക്കുമെന്ന ഇസ്രായേലിൻ്റെ ഭീഷണി. അങ്ങനെയെങ്കിൽ ടെല്ലവീവിലേക്ക് അടക്കം ആക്രമണമുണ്ടാകും. ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തങ്ങൾ ആക്രമണം നടത്തും, അവിടെയുള്ള ജനങ്ങളും ഒഴിഞ്ഞു പോകണമെന്ന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഭീഷണി വരുന്നുണ്ട്. അതൊരു ഭീഷണി മാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇറാൻ്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു, ഡ്രോണുകൾ അവിടെ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ തരത്തിലൊക്കെ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന നിലയുണ്ടായിരുന്നു. റഷ്യയുടെ വലിയ പിന്തുണ ഇറാന് ലഭിക്കുന്നു എന്ന വിവരങ്ങൾ ആ ഘട്ടത്തിൽ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഈ സമാധാന ചർച്ചയുമായി മുന്നോട്ട് പോകുമ്പോൾ കടലിലെ സീ മൈനുകൾ, അത് ഹോർമൂസിൽ ഇറാൻ സ്ഥാപിച്ച മൈനുകളാണ്. അത് കപ്പലുകൾക്ക് വലിയ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. അത് നീക്കം ചെയ്യുന്നതിന് ഇറാൻ സമ്മതിച്ചിരുന്നു. 30 ദിവസം കൊണ്ട് ആ മൈനുകൾ നീക്കം ചെയ്യുമെന്ന ഉറപ്പ് നൽകുകയും അതിൻ്റെ നടപടികളിലേക്ക് ഇറാൻ കടക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രകോപനപരമായ നീക്കമുണ്ടാകുന്നത്. അത് വീണ്ടും കാര്യങ്ങളെ സംഘർഷത്തിലേക്ക് നയിക്കുകയാണ്. ക്രൂഡ് വില വല്ലാതെ ഉയരുകയും ചെയ്യുന്നു. $84 വരെ ബാരലിലെത്തിയതാണ്. അതിപ്പോൾ വീണ്ടും 95ലേക്ക് പോകുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ 3 തവണയാണ് ഈ പാചകവാതക സിലിണ്ടറുകൾക്കും ഗാർഹിക അതായത് വാണിജ്യ സിലിണ്ടറുകൾക്കുമൊക്കെ തന്നെ വില വർധന ഉണ്ടായത്. അത് LPGക്ക് ഉൾപ്പെടെ ഉള്ള വില വർധന, CNGക്ക് ഉൾപ്പെടെയുള്ള വില വർധന, അങ്ങനെ ഇന്ധനത്തിന് വലിയ തോതിൽ വില വർദ്ധിക്കുകയും ഇന്നിപ്പോൾ നമ്മുടെ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നതും ഈ വിലക്കയറ്റ
വിലക്കയറ്റമാണ്, അതിൽ ഇന്ധനവില വർധന കൂടിയുണ്ട്. അങ്ങനെ ആകമാനം ജനങ്ങളെ ലോകരാജ്യങ്ങളെ ആശങ്കപ്പെടുത്തിയാണ് പുതിയ സംഭവവികാസങ്ങൾ, സംശയമില്ല. ഇസ്രായേലിന് കനത്ത മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്രയധികം ഉണ്ടാകുന്ന ഒരുപക്ഷെ ആദ്യമായിരിക്കാം. അതിനിടയിൽ അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും നിർത്തിവെക്കുകയാണ് എന്നുള്ള ഇറാന്റെ മുന്നറിയിപ്പും പുറത്തു വരികയാണ്. അത് ഇറാനിയൻ സർക്കാരുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട മാധ്യമം തസ്നീം ന്യൂസ് ഏജൻസി, നമുക്കറിയാം ഇറാനിയൻ സർക്കാരുമായി ഏറെ ബന്ധമുള്ള മാധ്യമമാണ്, അവർ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഔദ്യോഗികമായി ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ചർച്ചകൾ നിർത്തിവെക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള വഴികൾ അടയുന്നു എന്ന് വേണം നമ്മൾ മുന്നോട്ട് വെക്കാൻ. കാരണം ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ട്, പാകിസ്ഥാനൊക്കെ ഇടപെട്ട് ഒരു സമാധാന ശ്രമങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം ഈ സമാധാന ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലെബനിലുണ്ടായ ആക്രമണം അതിന് കാരണമായി ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തങ്ങളുടെ മേഖലയിൽ നടത്തുന്ന ആക്രമണങ്ങൾ വലിയ തോതിൽ ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതുൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ലംഘിക്കുന്നതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഇസ്രായേലും അമേരിക്കയും ഏറ്റെടുക്കണമെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത്. വി വിനോദ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെടിനിർത്തൽ ലംഘനമാണ് സംഭവിക്കുന്നത് എന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും ഉത്തരവാദി, ഈ അമേരിക്കയും ഇസ്രായേലും മാത്രമാണ് ഉത്തരവാദികൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നു എന്നത് ഇറാൻ വ്യക്തമാക്കുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായും ഇസ്ലാമാബാദിൽ ചർച്ച നടക്കുന്നു, തുർക്കിയിൽ ചർച്ച നടക്കുന്നു, അങ്ങനെ പലയിടങ്ങളിലായി മധ്യസ്ഥതയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. 60 ദിവസത്തേക്ക് കൂടി കരാർ നീട്ടുന്നതിന് വേണ്ടി അമേരിക്കയും ഇറാനും തത്വത്തിൽ ധാരണയാവുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു സാധ്യതയും ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഈ ചർച്ചകൾ, നയതന്ത്ര തലത്തിലെ ചർച്ചകൾ ഒരു പരിധിവരെ വളരെ നമുക്ക് ആശാവഹമായി എന്ന് തന്നെ പറയാം. ആ തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. അവിടെയാണ് അബ്ബാസ് അറഗച്ചിയുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാകുന്നത്. ഇനി അമേരിക്കയുമായി ഒരുവിധ ചർച്ചയ്ക്കുമില്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. $100 കോടി വരെ ഏറ്റവും ഒടുവിലത്തെ ഉപരോധം വരെ, അവരുടെ സമ്പത്ത് ഫ്രീസ് ചെയ്യുന്ന തരത്തിലുള്ള നടപടി, അങ്ങനെ ഒരു സാമ്പത്തിക ഉപരോധം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോഴാണ് ഇറാൻ ഇങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് പോകുന്നത് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല, അവർക്ക് ഈ എണ്ണോൽപാദനം പൂർണ്ണമായി നിർത്താൻ കഴിയുന്നൊരു സാഹചര്യമല്ല. അങ്ങനെ വരുന്ന എണ്ണ കടലിൽ ഒഴുക്കിക്കളയുകയാണ്. ഇറാനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്നു. അമേരിക്കയുടെ കാര്യവും വ്യത്യസ്തമല്ല. അവരും കടുത്ത സാമ്പത്തിക ഭാരം ഈ യുദ്ധത്തിലൂടെ നേരിടുന്നുണ്ട്. അവരുടെ തന്നെ ജനതയുടെ വലിയൊരു ചോദ്യം വരുന്നു, എന്തിനീ അമേരിക്ക ഈ വലിയൊരു ഭാരം ഇസ്രായേലിന് വേണ്ടി ചുമക്കുന്നു? $7 ബില്യൺ ആയുധം ഏറ്റവും ഒടുവിലും ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നൽകിയിട്ടുണ്ട്. അത് അമേരിക്കയുടെ ബജറ്റിൽ നിന്ന് ആയുധമായി എല്ലാ കാലത്തും ഇസ്രായേലിന് അങ്ങനെ നിർബാധം നൽകുന്നതാണ്. ഇതെല്ലാം തന്നെ രണ്ട് രാജ്യങ്ങൾക്കും വലിയ ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത്. ട്രംപ് ചൈനയിലേക്ക് പോകുന്നു, തൊട്ടു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് ചൈനയിലേക്ക് വരുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ആത്മാർത്ഥമായൊരു ശ്രമം ഉണ്ടാകുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവിടെയാണ് ഇറാൻ എടുക്കുന്ന നിലപാട് കൂടുതൽ നിർണായകമാകുന്നത്. ഒരുപക്ഷെ ഇറാനെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആയുധശേഷി കുറച്ചുകൊണ്ട് ആഴ്ചകൾ മാത്രമേ ഈ യുദ്ധം നീണ്ടു നിൽക്കൂ എന്നതായിരുന്നു ട്രംപിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനമെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോഴും ഇറാനെ തൊടാൻ അവർക്ക് കഴിയുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, അമേരിക്കയ്ക്ക് എയർ സ്പേസ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വ്യോമത്താവളങ്ങൾ അനുവദിച്ചിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളെ കൃത്യമായി ഇറാൻ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമുക്ക് കൂടുതൽ ആശങ്കയുണ്ടാകുന്നത്. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ നിരവധി വസിക്കുന്ന മേഖലയാണ് ഗൾഫ് മേഖല. അവിടെ അശാന്തി പടരുമോ, അവിടെ കാര്യങ്ങൾ സങ്കീർണമാകുമോ എന്ന ആശങ്ക നമുക്കും നെഞ്ചെടുപ്പുണ്ടാക്കുന്ന വിനോദ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമുക്കറിയാം, ഈ ഡ്രോണുകൾ, യുദ്ധ ഉപകരണങ്ങൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട ഒരു രാജ്യം കൂടിയായി അമേരിക്ക പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വന്നപ്പോൾ കോടിക്കണക്കിന് ഡോളറിൻ്റെ യുദ്ധ ഉപകരണങ്ങളാണ് അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടത്, സംശയമില്ല. അവിടെയാണ് ഒരു പുതിയ തിരിച്ചറിവിലേക്ക് അമേരിക്ക വരുന്നത്. അതായത് ചെലവ് കൂടിയ ഡ്രോണുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്ന കമ്പനികളെ ഒഴിവാക്കി ചിലവ് കുറഞ്ഞ യുദ്ധ ഡ്രോണുകളുടെ വൻ ശേഖരം നിർമ്മിക്കാനാണ് ഇപ്പോൾ US ഒരുങ്ങുന്നത്. ചെറുകിട കമ്പനികളെ ഇതുമായി ബന്ധപ്പെട്ട് ആശ്രയിക്കാൻ പദ്ധതിയിടുന്നു. ചെറുകിട കമ്പനികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കോൺട്രാക്റ്റുകൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ ഈ ചെറിയ ഡ്രോണുകൾ വലിയ സ്വാധീനം പല യുദ്ധങ്ങളിലും ചെലുത്തുന്നു എന്ന ഒരു തിരിച്ചറിവ് കൂടി അമേരിക്കയ്ക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 30,000 ഡ്രോണുകൾ നിർമ്മിക്കാനായി 9,100 കോടി രൂപയുടെ കരാർ ഈ ചെറുകിട കമ്പനികൾക്ക് അമേരിക്ക നൽകി എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നത്. അടുത്ത വർഷത്തെ പ്രതിരോധ ബജറ്റിൽ $54.6 ബില്യൺ ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചു.
നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ ഡ്രോണിനും ഏകദേശം $5000, അതായത് 4 ലക്ഷം രൂപ മാത്രമാണ് ചെലവ് വരുന്നത്. ഇവ നശിച്ചു പോയാലും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് കൂടി അമേരിക്കയുണ്ട്. നേരത്തെ ചെലവ് കൂടിയ വലിയ ഡ്രോണുകളാണ് ഈ യുദ്ധമുഖത്തൊക്കെ അമേരിക്ക ഉപയോഗിച്ചത്. അത് പലതും നശിക്കുന്ന പശ്ചാത്തലമുണ്ടായപ്പോൾ കോടിക്കണക്കിന് ഡോളർ അങ്ങനെ അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമൊരുങ്ങി. അത് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പുതിയ നീക്കത്തിന് പിന്നിൽ ഉണ്ട്. ഇതിനിടയിൽ റഷ്യ യുക്രൈൻ യുദ്ധവും കാര്യമായി പുരോഗമിക്കുകയാണ്. വലിയ വ്യോമാക്രമണവും ഡ്രോൺ ആക്രമണവും മറ്റും ഇരു രാജ്യങ്ങളും പരസ്പരം നടത്തുന്നുണ്ട്. ഇതിനിടയിൽ കണക്കൊക്കെ പുറത്തു വന്നിരുന്നു. റഷ്യ യുക്രൈനിലേക്ക് വിട്ട ഏതാണ്ട് 21,000-ൽ പരം ഡ്രോണുകൾ യുക്രൈൻ ആക്രമിക്കാനായി റഷ്യ ഉപയോഗിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിന് മറുപടിയായി റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളും സംഭരണശാലകളും പൈപ്പ് ലൈനുകളും ലക്ഷ്യമിട്ടാണ് യുക്രൈൻ്റെ ആക്രമണം. ഇതോടുകൂടി വിമാന ഇന്ധനത്തിൻ്റെ കയറ്റുമതി താൽക്കാലികമായി റഷ്യ നിരോധിച്ചിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നവംബർ അവസാനം വരെയാണ് ഈ വിലക്ക് ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. സമീപ ആഴ്ചകളിൽ റഷ്യൻ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടം ആ മേഖലയ്ക്ക് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തങ്ങളുടെ കൈവശമുള്ള സ്റ്റോക്ക് തീരുമോ എന്നുള്ള വലിയ ആശങ്ക റഷ്യയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ വിപണിയിലെ സ്ഥിരത ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് റഷ്യൻ സർക്കാർ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാന ഇന്ധന കയറ്റുമതിക്കാരിൽ ഒരാളാണ് റഷ്യ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. റഷ്യ ഇത്തരം തീരുമാനമെടുക്കുന്നതോടെ വിമാന ഇന്ധനത്തിന് വില കൂടാനുള്ള സാഹചര്യം കൂടി ലോകരാജ്യങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ജനുവരിയിൽ ആളിക്കത്തിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ ആരാധനാലയങ്ങൾ ആക്രമിച്ച കേസിൽ 2 പേരുടെ കൂടി വധശിക്ഷ നടപ്പാക്കുകയാണ് ഇറാൻ. നമുക്കറിയാം, വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധി നേടിയ ഒരു രാജ്യമാണ് ഇറാൻ. അവിടുത്തെ വാർത്താ ഏജൻസി പുറത്തുവിടുന്ന വിവരമനുസരിച്ച് ഇതിനകം തന്നെ 39ഓളം രാഷ്ട്രീയ വധശിക്ഷകൾ ഇറാൻ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഈ 2 വധശിക്ഷകൾ നടപ്പിലാക്കുന്നത് 2 പേരുടെ പേര് പുറത്തുവിട്ടിട്ടുണ്ട്. മഹറാദ് മുഹമ്മദി നിയയും അഷ്കാൻ മാലേക്കിയും എന്നീ 2 പേരെയാണ് വധിച്ചത്. അങ്ങനെ സംഭവിച്ചപ്പോൾ ഇവർ ജാഫാരി പള്ളി അവിടെ നേരെ ആക്രമണം ഈ പ്രക്ഷോഭ സമയത്ത് നടത്തിയിരുന്നു. ഇതിൽ 2 പങ്കാളികളാണെന്ന് ഇറാനിയൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. പള്ളിക്ക് തീയിടുത്തു, സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടി, റോഡുകൾ തടസ്സപ്പെടുത്തി എന്നൊക്കെയാണ് ഇവരുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പുറത്തു വന്നത്. അതിനെ തുടർന്നാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. 3000-ലധികം പേർ ഈ പ്രക്ഷോഭങ്ങളിൽ മരിച്ചു എന്നാണ് ഔദ്യോഗികമായി ഇറാൻ പുറത്തുവിട്ട കണക്ക്. പക്ഷേ യഥാർത്ഥ കണക്ക് 42,000 പേർ വരെ എത്തിയിരിക്കുന്നു എന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ ഒരു അനുമാനം. മറ്റൊരു വാർത്തയിലേക്ക്. തെക്കേ ഇന്ത്യയിലെ BJPയുടെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആരാണ് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ല, അത് തമിഴ്നാടിൻ്റെ മുൻ അധ്യക്ഷൻ കൂടിയായ അണ്ണാമലയാണ്. പക്ഷെ അണ്ണാമലൈ ഇപ്പോൾ പാർട്ടിയോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലയ്ക്ക് മത്സരിക്കാനുള്ള അവസരം പാർട്ടി നൽകിയില്ല. അണ്ണാമലയെ മാറ്റി നിർത്തുന്ന പശ്ചാത്തലമുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഒക്കെ വളരെ അടുപ്പം പാലിക്കുന്നുവെങ്കിൽ പോലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അണ്ണാമലൈ അകറ്റി നിർത്തപ്പെടുന്ന പശ്ചാത്തലമായി. തുടർന്നാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി അണ്ണാമലൈ രൂപീകരിക്കും എന്ന അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നത്. ഒരു സംവിധാനം, അതൊരു പ്രസ്ഥാനം അണ്ണാമലയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനോട് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ദയവായി കാത്തിരിക്കൂ, നമുക്ക് 2 ദിവസത്തിനുള്ളിൽ ഇരുന്നു സംസാരിക്കാം എന്നുള്ള ഒരു കൃത്യമല്ലാത്ത മറുപടിയാണ് അണ്ണാമലൈ നൽകിയത്. അണ്ണാമലൈ ഇപ്പോൾ ഡൽഹിയിലാണ്. BJPയുടെ ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ കൂറ്റൻ ഫ്ലക്സുകൾ അണ്ണാമലയുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. TG സൈത്ത് വിവരങ്ങൾ വെച്ചാൽ സൈത്ത് കോയമ്പത്തൂർ മണ്ഡലത്തിലൊക്കെ മത്സരിക്കാനായി അണ്ണാമലൈ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ മത്സരിപ്പിച്ചില്ല, സീറ്റ് കൊടുത്തില്ല. അതുമാത്രമല്ല, കേന്ദ്രത്തിൻ്റെ ത്രിഭാഷാ നയത്തെ അദ്ദേഹം പരസ്യമായി വിമർശിക്കുകയും ചെയ്തു. ഇപ്പോൾ അണ്ണാമലയ്ക്ക് കുറച്ചുകൂടി ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. കാരണം വിജയിയുടെ ഒരു കടന്നുവരവുണ്ട്, വേണമെങ്കിൽ വിജയുമായി സഹകരിക്കാം. അത്തരം ചില അവസരങ്ങൾ കൂടി ഉണ്ട് അണ്ണാമലയ്ക്ക്. രഞ്ജിത്ത്, അത് തന്നെയാണ് സാഹചര്യം. അണ്ണാമലൈ ഇപ്പോഴും ഒരു സസ്പെൻസ് കീപ്പ് ചെയ്യുന്നു. തമിഴക രാഷ്ട്രീയത്തിൽ പുതിയൊരു രാഷ്ട്രീയ പരീക്ഷണത്തിന് അണ്ണാമലൈ എന്ന മുൻ IPS ഓഫീസർ തയ്യാറാകുമോ? BJPയുടെ ക്യാമ്പ് ഉപേക്ഷിക്കുന്നു, BJP ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയത്തിന് തയ്യാറാകുമോ? അത്തരം തയ്യാറാകലിലേക്കാണ് ഇത് പോകുന്നത് എന്നതാണ് സൂചനകൾ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോയമ്പത്തൂരിലടക്കം വലിയ ഫ്ലെക്സ് ബോർഡുകളടക്കം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. അതിൽ അണ്ണാമലൈയുടെ ചിത്രങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ നീക്കം. അണ്ണാമലൈ പുതിയൊരു നീക്കത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് സൂചന. ഇന്നത്തെ ഡൽഹി സന്ദർശനം അദ്ദേഹത്തിൻ്റെ നിർണായകമാണ്. അദ്ദേഹം ഡൽഹിയിലെത്തി അമിത്ഷായുമായും ഒപ്പം തന്നെ നിതിൻ നബീനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഒരു പാർട്ടിയുമായി ബന്ധം ഉപേക്ഷിക്കുന്ന നേതാവ്
ഇങ്ങനെ പാർട്ടി നേതൃത്വമായി ഒരു യാത്ര പറച്ചിൽ ആവശ്യമാണോ എന്ന ചോദ്യമുണ്ട്. ഒരുപക്ഷെ അതൊരു ഒത്തുതീർപ്പിനോ അതല്ലെങ്കിൽ ഒരു സമ്മർദ്ദതന്ത്രമാണോ എന്ന സൂചന പോലും പങ്കുവയ്ക്കുന്ന ചിലരുണ്ട്. പക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം തമിഴകത്ത് അണ്ണാമലൈ നടത്തുമെന്നാണ്. അത് BJP ക്യാമ്പ് വിട്ട് പുതിയൊരു രാഷ്ട്രീയ നീക്കം എന്ന സൂചനയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അണ്ണാമലയും BJPയും തമ്മിലുള്ള ബന്ധമായിരുന്നതിന് പല കാരണങ്ങളുണ്ടായിട്ടുണ്ട്. അണ്ണാമലൈ BJPയെ സംബന്ധിച്ചൊരു പുതിയ പരീക്ഷണമായിരുന്നു തമിഴകത്ത്. തമിഴക രാഷ്ട്രീയത്തിൽ പയറ്റാൻ കഴിയുന്ന BJPക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഇടത്ത് ഒരു തരംഗമുണ്ടാക്കാൻ അണ്ണാമലൈക്ക് കഴിഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ പ്രതിഫലനം ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ അണ്ണാമലയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനം ദേശീയ നേതൃത്വം കൈക്കൊള്ളുകയും ചെയ്തു. AIDMKയുമായുള്ള സഹകരണം അതോടുകൂടി ഏറെക്കുറെ അകൽച്ച പൂർണ്ണമായി കഴിഞ്ഞു എന്ന് പറയാം. ഇതോടുകൂടി തമിഴക രാഷ്ട്രീയത്തെ അണ്ണാമലയെ ഉയർത്തിക്കാട്ടാനുള്ള തീരുമാനവും BJP ഉപേക്ഷിച്ചു കഴിഞ്ഞു. പുതിയൊരു നേതൃത്വം കൈവരികയും ചെയ്യുന്നു. ഇതാണ് സാഹചര്യം. അടുത്തിടെ അണ്ണാമലയെ ഈ അകൽച്ച പ്രകടമാക്കുന്നത് ചില തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട് CBSE 9ാം ക്ലാസ്സിലെ ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പരസ്യമാക്കുന്നു. തുടർച്ചയായി നരേന്ദ്രമോദിയുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയായിരുന്നു അണ്ണാമലൈ BJPക്കൊപ്പം ചേർന്നതിന് ശേഷം. പക്ഷേ അടുത്ത നാളുകളിലായി അദ്ദേഹം അത്തരമൊരു നിലപാടുകൾ എടുക്കുന്നില്ല. അത്തരമൊരു അകൽച്ച അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ നീക്കം പുതിയതായി ഉണ്ടാകുമോ എന്ന് കരുതുന്നത്. മറ്റൊരു കാരണം വിജയ് എന്ന TVK പാർട്ടിയുടെ കടന്നുവരവാണ്. തമിഴക രാഷ്ട്രീയത്തിൽ ഇനിയും ഒരു പരീക്ഷണത്തിന് ഇടമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല DMKയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ തകർച്ച ഇതൊക്കെ പുതിയൊരു പരീക്ഷണത്തിന് ഇടമുണ്ടെന്ന് കരുതുന്നവരുണ്ട്. അണ്ണാമലൈ പുതിയൊരു രാഷ്ട്രീയ നീക്കവുമായി തമിഴകത്ത് BJPക്കൊപ്പം അത്തരമൊരു നീക്കം നടത്തിയപ്പോൾ ഒരു തരംഗ സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് പതിവായി BJPക്കൊപ്പം ചേരാത്ത ഒരു അണികളുടെ ഒരു ശൃംഖല ഒപ്പം ചേർക്കാൻ അന്ന് അണ്ണാമലയ്ക്ക് കഴിഞ്ഞിരുന്നു. അത്തരം ആളുകൾ തനിക്കൊപ്പം താൻ സ്വതന്ത്ര നിലപാടെടുത്താൽ തനിക്കൊപ്പം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയും ഒരു പക്ഷേ അണ്ണാമലയെ പുതിയ നീക്കത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. BJPയുടെ കേന്ദ്ര നേതൃത്വം ഇനി എന്തെങ്കിലും അനുനയ നീക്കം നടത്തുമോ, അണ്ണാമലയെ ഒപ്പം നിർത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. തീർച്ചയായും അതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അണ്ണാമലയുടെ നീക്കം പ്രധാനമാണ്. ഡൽഹിയിലുണ്ട്. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. T സൈത്താണ് വിവരങ്ങൾ പുറത്തുവന്നത്. ഇതിനിടയിൽ BJPക്ക് മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം കൂടി ഇന്ത്യയിൽ സംഭവിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ നീക്കം നടത്തുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നായകൻ ദാ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ജൂൺ 6-ന് ഡൽഹിയിൽ എത്തി സമരം നടത്തും ജന്തർ മന്ദറിൽ എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ അഭിജിത്ത് ദീപ്കെ ഉള്ളത് അമേരിക്കയിലാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ഇന്ത്യയിലെ സംഭവവികാസം നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർത്ത് വെച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് ജന്തർ മന്ദറിൽ സമരം നടത്താൻ ഇപ്പോൾ കോക്രോച്ച് പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. സമാധാനപരമായ സമരത്തിൽ അണിചേരാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ യുവാക്കളോട് ആഹ്വാനം ചെയ്യുന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സജിത്ത്, ജന്തർ മന്ദർ നമുക്കറിയാം ഇന്ത്യ കണ്ട ചരിത്രപരമായ നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തുടക്കം കുറിച്ച ഒരു പ്രധാന മേഖലയാണ്. ആം ആദ്മി പാർട്ടിയൊക്കെ എങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്നു എന്നുള്ളൊരു തുടക്കം ഒരുപക്ഷെ ജന്തർ മന്ദർ ആയിരിക്കാം. അവിടെ തന്നെയാണ് അഭിജിത്തും എത്തുന്നത്. സമരത്തിനായി അഭിജിത്ത് എത്തുമോ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ജൂൺ 6 നിർണായകമാണ്. കാരണം സമൂഹ മാധ്യമ ആഹ്വാനത്തിലൂടെ ഇത്തരമൊരു നീക്കത്തിന് ശ്രമിക്കുമ്പോൾ അത് സാധ്യമാകുമോ എന്ന ചോദ്യമാണ്. രാജ്യം ഇത്തരം പല കൂട്ടായ്മകൾക്കും ഇടവെച്ചതാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പോലും ഇത്തരം വിപ്ലവങ്ങൾ ഉണ്ടാവുകയും ഭരണമാറ്റം പോലും ഉണ്ടായതാണ്. അപ്പോൾ അത്തരമൊരു നീക്കം ഉണ്ടാകുമോ? കോക്രോച്ച് പാർട്ടി എന്നത് ഒരു സമൂഹ മാധ്യമ കൂട്ടായ്മ എന്നതിനപ്പുറത്തേക്ക് ഒരു പരസ്യ നീക്കം രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അത്തരമൊരു നീക്കമുണ്ടാകുന്നു എന്ന പരസ്യ പ്രഖ്യാപനമാണ് അവർ നടത്തിയിരിക്കുന്നത്. ജൂൺ 6-ന് ജന്തർ മന്ദറിൽ അവർ സംഘടിക്കുന്നു എന്നതാണ്. സ്ഥാപകനടക്കം വരുന്നു. നമുക്കറിയാം, സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഇതുവരെയും ഇന്ത്യയിലേക്ക് എത്തിയില്ല. അമേരിക്കയിലാണ് ഉള്ളത്. തനിക്ക് രാജ്യത്തേക്ക് വന്നാൽ തന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയമുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അത് വെല്ലുവിളിച്ചുകൊണ്ട് ജൂൺ 6-ന് നാട്ടിലേക്ക് എത്തുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഒപ്പം എത്രയധികം ആളുകളെ സംഘടിപ്പിച്ച് അവിടെ ഒത്തുചേരാൻ കഴിയുമെന്ന വലിയൊരു ചോദ്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രസക്തമായ കാര്യം
സുപ്രീം കോടതി ജഡ്ജിക്കെതിരായ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു പാർട്ടിയാണ് കോക്രോച്ച് പാർട്ടി, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണെങ്കിൽ കൂടിയും അതിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം രാജ്യത്തെ പരീക്ഷ, നീറ്റ് പരീക്ഷ നടത്തിപ്പടക്കമുള്ള CBSE പരീക്ഷ നടത്തിപ്പടക്കമുള്ള യുവജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ്. ജന്തർ മന്ദിറിൽ അവർ ലക്ഷ്യമിടുന്നതും അതുതന്നെയാണ്. സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരിനെതിരായ ഒരു കൂട്ടായ്മയായി മാറുമോ? അങ്ങനെയെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടേണ്ടി വരിക കേന്ദ്ര സർക്കാരും BJPയുമായിരിക്കുമെന്ന കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകം തന്നെ BJP കേന്ദ്രങ്ങളൊക്കെ ഈ പാർട്ടിയും ഇവരുടെ മൂവ്മെൻറ്റിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രസ്താവനകളും ഒക്കെ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന പോലും ആലോചിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഈ ബദൽ മൂവ്മെൻറ്റുകൾ ഇങ്ങനെ വരുന്നു എന്ന സാഹചര്യം കൂടി മന്ത്രിസഭാ പുനഃസംഘടനയിൽ ധർമ്മേന്ദ്ര പ്രധാന് സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ കരുതലിലാണ് രാജ്യ തലസ്ഥാനം. ഈ മൂവ്മെൻറ്റ്, ഈ കൂട്ടായ്മ വലിയൊരു ആൾക്കൂട്ടമായി മാറുമോ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നീക്കമായി മാറുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ജൂൺ 6 നിർണായകമാണ്. എത്ര വലിയൊരു മുന്നേറ്റം നടത്താൻ ഇവർക്ക് കഴിയുമെന്നതാണ് നിർണായകം. ശരി സൈത്ത്, സംസ്ഥാനത്ത് മഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. മഴ ഇന്നു മുതൽ ശക്തമാകുമെന്നുള്ള വിവരങ്ങളുണ്ട്. നാളെയോടുകൂടി കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് അറിയേണ്ടത്. പക്ഷേ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ മെയ് മാസം കിട്ടിയത് 167% അധിക മഴയായിരുന്നു കേരളത്തിൽ. ഇത്തവണ കേവലം 12% മാത്രമാണ് മഴ കിട്ടിയത് എന്നുള്ള ഒരു കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. ചതിച്ചത് മറ്റൊന്നുമല്ല, എൽ നിനോ പ്രതിഭാസം അത് ജാഗ്രതാ മുന്നറിയിപ്പടക്കം നൽകുന്നുണ്ട്. ഇന്ത്യ മുഴുവൻ ഈ എൽ നിനോ ഒരു വില്ലനായി മാറിയ പശ്ചാത്തലം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇത്തവണ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. കാലവർഷത്തെയും എൽ നിനോ ബാധിക്കും എന്നുള്ള വിവരം കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ വരുന്ന കാലവർഷത്തിൽ കേരളത്തിൽ ലഭിക്കാവുന്ന മഴ സ്വാഭാവികമായും കുറയും. സാധാരണ ആലപ്പുഴ ജില്ലയിലാണ് സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത്. തൃശ്ശൂർ, കാസർഗോഡ്, ഇടുക്കി, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ കുറച്ച് മഴയാണ് ഇത്തവണ കിട്ടിയത് എന്നുള്ള ഒരു കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. എൽ നിനോ സ്വാധീനം മൂലം കാലവർഷത്തിൽ മഴ കാര്യമായി കുറയുമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നു. 2016 കരുത്തനായ എൽ നിനോ ആയിരിക്കും 2026 ഉണ്ടാവുക എന്ന റിപ്പോർട്ടുകൾ കൂടി പ്രധാനമാണ്. നമ്മുടെ കേരളത്തിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല എങ്കിൽ പോലും മറ്റു സംസ്ഥാനങ്ങളടക്കം കുടിവെള്ളക്ഷാമം രാജ്യത്ത്, അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വലിയ തോതിൽ ബാധിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കണക്ക് വരുന്നത് ഏതാണ്ട് 90% കാലവർഷം കുറയും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അത് നേരിടാനുള്ള ജാഗ്രത ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കാലാവസ്ഥാ കേന്ദ്രം നൽകിക്കഴിഞ്ഞു. അതേസമയം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്കു സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. അടുത്ത 5 ദിവസത്തെ മഴ സാധ്യതാ പ്രവചനത്തിൽ കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 10 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരർ ഉപയോഗിച്ച ഫോണുകളിൽ ഒന്ന് പാകിസ്ഥാനിൽ നിന്നാണ് എന്നുള്ള വിവരം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കിട്ടിയിരിക്കുന്നു. പാകിസ്ഥാൻ ബാങ്ക് വഴി ഇറക്കുമതി ചെയ്ത ഫോണാണ് NIA-യുടെ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബ ഉപയോഗിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കുവൈറ്റ് ആസ്ഥാനമായുള്ള ലജ്നത്ത് അൽ ദവ എന്നിവയ്ക്ക് ഫണ്ട് നൽകിയതുമായി മുൻപും ഈ ബാങ്കിനെതിരെ ആരോപണമുണ്ട്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാണ് ഈ സംഭവം എന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കണക്കുകൂട്ടുന്നു. ഭീകരരിൽ നിന്ന് കണ്ടെടുത്ത 2 മൊബൈൽ ഫോണുകളിൽ ഒന്ന് 2021 കറാച്ചി ആസ്ഥാനമായുള്ള ഒരു പ്രമുഖ ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ പാകിസ്ഥാനിലേക്ക് ഇറക്കുമതി ചെയ്തതാണെന്നും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുകയാണ്. മുൻപും ഭീകരവാദ ഫണ്ടിംഗ് അടക്കം നടത്തിയ കേസുകളിൽ പ്രതികളാണ്, അല്ലെങ്കിൽ ആരോപണ വിധേയരായ ബാങ്കാണ് ഇത്. നിരവധി ഭീകരവാദ സംഘടനകൾക്ക് ഇവർ സഹായം നൽകുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ഫോണുകൾ 2021 2023 ഇറക്കുമതി ചെയ്തവയാണെങ്കിലും ഭീകരാക്രമണത്തിന് തൊട്ടു മുൻപ് വരെ ഇവ ഒരിക്കൽ പോലും ഉപയോഗിച്ചിരുന്നില്ല. അതായത് ഭീകരാക്രമണത്തോട് ചേർന്നാണ് ഈ ഫോണുകൾ സ്വിച്ച് ഓൺ ചെയ്തതും ഉപയോഗിച്ചതും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ജമ്മു കാശ്മീർ പോലീസും NIA-യും കൂടി നടത്തിയ സംയുക്ത ആക്രമണത്തിലാണ് ഈ ഷവോമി റെഡ് സീരീസിലുള്ള ഈ 2 ഫോണുകളും കണ്ടെടുക്കുകയും ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് അതിന് പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്നുള്ളത് കൃത്യമാവുകയും ചെയ്തത്. 2022 മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നത് കറുപ്പ് കാറുകളായിരുന്നു. പിണറായി വിജയൻ മാത്രമല്ല,
പിണറായിയുടെ അംഗരക്ഷകരും ഒപ്പമുള്ള പരിവാരങ്ങളും ഉപയോഗിച്ചിരുന്നതും കറുപ്പ് കാറാണ് എന്ന് നമുക്കറിയാം. ഈ കറുപ്പ് കാറുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ തന്നെ വലിയൊരു ഭീതി ഉണ്ടായിരുന്നു. ഈ കറുപ്പ് കാറ് എത്തിക്കഴിഞ്ഞാൽ വലിയ ഗതാഗത തടസ്സം, ആളുകളെ തടഞ്ഞിട്ട് പിണറായിക്ക് കയറിപ്പോകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക ഒക്കെ വലിയ വിമർശന വിധേയമായതാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായപ്പോൾ ഈ കറുപ്പ് കാറ് വിട്ട് പിണറായി വിജയൻ പൂർണ്ണമായും വെള്ളക്കാറിലേക്ക് മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം 99 എന്ന നമ്പറാണ് അദ്ദേഹം പൊതുഭരണ വകുപ്പിനോട് ചോദിച്ചിരിക്കുന്നത്. കാറിൻ്റെ നിറം മാറ്റി, 2022 മുതൽ ഉപയോഗിച്ചിരുന്ന കാറിൻ്റെ നിറം മാറ്റി ഇപ്പോൾ വെള്ള ഇന്നോവ ക്രിസ്റ്റ കാറിലേക്ക് അദ്ദേഹം മാറുകയാണ്. 919 എന്ന നമ്പരും അദ്ദേഹത്തിന് പൊതുഭരണ വകുപ്പ് നൽകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ AK സെൻറ്ററിൻ്റെ കാറിലാണ് പിണറായി വിജയൻ്റെ യാത്ര. അന്ന് 2022 പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശപ്രകാരമാണ് പിണറായി കറുത്ത കാറിലേക്ക് മാറ്റിയത്. രാത്രിയിലുള്ള ആക്രമണവും മറ്റും തടയാൻ ഇത് ഉപകരിക്കുമെന്നും മറ്റുമായിരുന്നു അന്നത്തെ പോലീസ് ചീഫിൻ്റെ ഉപദേശമെന്നാണ് മനസ്സിലാക്കേണ്ടത്. സുരക്ഷാ ജീവനക്കാരുടെ കാറുകളും പിന്നീട് കറുപ്പിലേക്ക് മാറുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഏതായാലും കണ്ടോൺമെൻറ് ഹൗസിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് സതീശൻ താമസം മാറുമ്പോഴേക്കും ഇദ്ദേഹവും കണ്ടോൺമെൻറ് ഹൗസിലേക്ക് താമസം മാറ്റും പ്രതിപക്ഷ നേതാവ് നിലയിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളും കാറും മറ്റും അനുവദിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. വൈഭവ് സൂര്യവംശി എന്ന വണ്ടർ ബോയ് ഈ IPL സൃഷ്ടിച്ച ചരിത്രങ്ങൾ ചില്ലറയല്ല. നിരവധി റെക്കോർഡുകൾ ഈ വൈഭവിൻ്റെ പ്രഭാവത്തിൽ ഒലിച്ചുപോയി. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം, ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ച താരം, ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം, അങ്ങനെ നിരവധി റെക്കോർഡുകൾ വൈഭവുമായി ബന്ധപ്പെട്ടുണ്ടായി. കേവലം 1.10 കോടി രൂപയ്ക്ക് മാത്രമാണ് 30 ലക്ഷം അടിസ്ഥാന വിലയുണ്ടായിരുന്ന വൈഭവ് സൂര്യവംശിയെ 1 കോടി 10 ലക്ഷം രൂപ മുടക്കിയാണ് രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ടീമിലെത്തിച്ചത്. പക്ഷേ IPL കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വിവിധ റെക്കോർഡുകളുടെ പ്രതിഫലമായി വൈഭവ് സൂര്യവംശി വാരിക്കൂട്ടിയത് 3 കോടി രൂപയാണ്. അതായത് തനിക്ക് ലഭിച്ച പ്രതിഫലത്തിൻ്റെ ഏതാണ്ട് 3 ഇരട്ടി പണം ഈ 13കാരൻ നേടിയെടുത്തു എന്നുള്ളതാണ്. 16 മത്സരങ്ങളിൽ നിന്ന് 776 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കി താരം. അതിൽ തനിക്ക് ലഭിച്ച ലേലത്തിൽ കിട്ടിയ വിപണി മൂല്യത്തെക്കാൾ 3 ഇരട്ടി പണം വാങ്ങിക്കൊണ്ട് ഭാവിയിൽ തൻ്റെ പണസമ്പാദനം ഇരട്ടിയാക്കും, അല്ലെങ്കിൽ കോടികൾ കടക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ താരം നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത IPL സീസണിലൊക്കെ വൈഭവിനെ വാങ്ങാനായി സംശയമില്ല ടീമുകൾ വലിയ തോതിലുള്ള ലേലം വിളിക്കുണ്ടാകും. രാജസ്ഥാൻ റോയൽസ് വിട്ടുകൊടുക്കുമോ എന്ന് കണ്ടറിയണം. അടുത്ത സീസണിൽ വൈഭവിനെ നിലനിർത്താൻ എത്ര കോടി രാജസ്ഥാൻ മുടക്കും എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണണം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ KSRTC സംവിധാനവുമായി ബന്ധപ്പെട്ടാണ്. KSRTCക്ക് ബജറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആയിരുന്നപ്പോഴാണ് ബജറ്റ് ടൂറിസം സംവിധാനം KSRTC കൊണ്ടുവന്നത്. അത് അന്നുകൊണ്ട് വലിയൊരു വിജയമായിരുന്നു. നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പോകാൻ KSRTC ബസ്സുകളെ ആശ്രയിക്കുക എന്നത് വലിയ കാര്യമായി മാറി. ഗവിയിലേക്കും മൂന്നാറിലേക്കും മറ്റുമുള്ള സർവീസുകൾ ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളുടെ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത, ഇത്തവണ റെക്കോർഡ് വരുമാനമാണ് KSRTC ബജറ്റ് ടൂറിസം നേടിയത്. കഴിഞ്ഞ മാസത്തെ വരുമാനം 6.84 കോടി രൂപയായി ഉയർന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം, അതായത് 2025 മെയ് മാസം കേവലം 4.05 കോടിയായിരുന്നു വരുമാനം. ഈ വർഷം ഏതാണ്ട് 2.5 കോടിയോളം രൂപ ഈ മാസം ഉയർന്നു. നമുക്കറിയാം, ഇത് അവധിക്കാലമാണ്. നിരവധി ആളുകൾ KSRTC ബസ്സുകളെ യാത്ര പോകാൻ വിനോദയാത്ര പോകാൻ ആശ്രയിച്ചിരുന്നു. അതനുസരിച്ചുള്ള വരുമാന വർധനവ് ആ സംവിധാനത്തിന് വലിയ ഒരു ആശ്വാസകരമാണ്. മുഴുവനായി ഇപ്പോൾ ഇതുവരെ ഏതാണ്ട് 26.58 കോടി രൂപ ഈ വർഷം KSRTC ബജറ്റ് ടൂറിസത്തിൽ നിന്ന് വരുമാനമുണ്ടാക്കി എന്ന് പറയുമ്പോഴാണ് എത്രത്തോളം പ്രയോജനം ഈ ബജറ്റ് ടൂറിസം രംഗം KSRTCക്ക് നൽകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും KSRTC സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി ബജറ്റ് ടൂറിസം സംവിധാനം മാറിയിരിക്കുകയാണ്. ബോളിവുഡ് ത്രില്ലർ സിനിമ ദുരന്തർ 2 ഭാഗങ്ങളായി നമ്മുടെ മുന്നിൽ വന്നതാണ്. 2 ഭാഗങ്ങളും ആഗോള ഹിറ്റായിരുന്നു. 2000 കോടിയൊക്കെ കളക്ഷൻ നേടിയ സിനിമകളായി ഇത് മാറിയ പശ്ചാത്തലമൊക്കെ ഉയർന്നു. ഇതിനിടയിൽ അധോലോക സംഘത്തിൻ്റെ കഥയാണിത് പറയുന്നത്. നമുക്കറിയാം, അധോലോക സംഘാംഗമായ D കമ്പനിയെ ഇപ്പോൾ ദുരന്തർ സിനിമ പ്രകോപിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്.
ദുരന്തർ സിനിമയിലെ ഒരു കഥാപാത്രം ഏതാണ്ട് ദാവൂദ് ഇബ്രാഹിമുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ കഥാപാത്രം ഇതിൽ ബെഡിഡനാണ്, അതായത് ബെഡിൽ കിടക്കുന്ന ആളാണ്. അത് മാത്രമല്ല ഇയാൾ മരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഈ ദുരന്തറിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ദാവൂദ് ഇബ്രാഹിമിന് ഇത് കണ്ട് വല്ലാത്ത കലിപ്പ് കൂടി എന്നാണ് വാർത്ത പുറത്തു വരുന്നത്. താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാൻ മുംബൈ ലക്ഷ്യമാക്കി ഡി കമ്പനി പല പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. വൻ ഭീകരാക്രമണമടക്കം ദാവൂദ് കമ്പനി പ്ലാൻ ചെയ്യുന്നു എന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള അധോലോക നായകൻ കൂടിയാണ് ദാവൂദ് ഇബ്രാഹിം. ഈ ചിത്രത്തിന്റെ വിജയത്തിന് തൊട്ടു പിന്നാലെ മുംബൈയിൽ തങ്ങളുടെ ഗ്രൗണ്ട് നെറ്റ്വർക്ക് സജീവമാക്കിയതായി ആണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ദാവൂദിനോട് സാമ്യമുള്ള ബഡേ സാഹിബ് എന്ന കഥാപാത്രമാണ് ദാവൂദിനെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. ഒട്ടും ബലവാനായ ഒരു കഥാപാത്രമായിരുന്നില്ല. ഇതിനെ തുടർന്ന് കൂടുതൽ ചെറുപ്പക്കാരെ ഡി കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ISIയോട് ചേർന്ന് ദാവൂദ് ഇബ്രാഹിം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതനുസരിച്ച് ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസികൾ വലിയ ജാഗ്രത നിർദ്ദേശം നമ്മുടെ സംവിധാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പ്രമുഖരെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങൾക്ക് പദ്ധതി, വിവിധ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയൊക്കെ ഡി കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അരൂർ MLA ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ LDFന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. BJP തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അവരുടെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെടും. അംഗങ്ങളെല്ലാം വോട്ട് ചെയ്ത് കഴിഞ്ഞോ? വോട്ടെടുപ്പ് പൂർത്തിയായി. വോട്ടെണ്ണൽ നടപടികൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഈ ബാലറ്റുകൾ തരംതിരിക്കുകയാണ് നിയമസഭാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാരും. വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ അവസാനിച്ച അല്പ സമയത്തിനകം വോട്ടെണ്ണൽ ഉണ്ടാകും. ഷാനിമോൾ ഉസ്മാനാണ് UDFന്റെ സ്ഥാനാർത്ഥി. അവർ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടും. 102 അംഗങ്ങളുടെ പിന്തുണയാണ് UDFന് ഉള്ളത്. കഴിഞ്ഞ തവണ പ്രോട്ടം സ്പീക്കറായിരുന്ന G സുധാകരൻ വോട്ട് ചെയ്തതിന് അദ്ദേഹം ഉൾപ്പെടെയുള്ള വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ 102 അംഗങ്ങളുടെ പിന്തുണ ലഭിക്കണം. BJPയുടെ 3 അംഗങ്ങളും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. നിയമസഭയിൽ അല്പസമയത്തിനകം വോട്ടെണ്ണലുണ്ടാകും. ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെടും ഡെപ്യൂട്ടി സ്പീക്കറായി എന്ന കാര്യത്തിൽ സംശയമില്ല. അരൂരിൽ നിന്നുള്ള കോൺഗ്രസ് MLA 2ാം തവണ ആണ് അവിടെ ജയിക്കുന്നത്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിരുന്നു ഷാനിമോൾ ഉസ്മാൻ. ആലപ്പുഴയിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവ്. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ വനിതാ നേതാവായി ഉയർന്നു വന്ന ഒരാൾ കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിനിടെ ഉണ്ടായ അതിക്രമത്തിൽ CPM നേതാക്കളെയും പ്രതി ചേർക്കണമെന്ന് ED. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടുകൂടിയാണ് എന്നാണ് EDയുടെ നിലപാട്. നേതാക്കളാണ് പ്രകോപനമുണ്ടാക്കിയത്. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കക്ഷി ചേരും. ഇതിനുള്ള തെളിവ് ശേഖരണവും തുടങ്ങി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് CPM നേതാക്കളും ഈ വിഷയത്തിൽ കുടുങ്ങും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ തന്നെ നിരവധി SFI DYFI പ്രവർത്തകർ, CPM പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ജയിലിലാണ്. അതിശക്തമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. കോടതിയുടെ രൂക്ഷമായ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. കൊലപാതക ശ്രമമെന്നുള്ള രീതിയിൽ കോടതി പറഞ്ഞത് പ്രധാനമാണ്. അവിടെയാണ് CPM നേതാക്കളും, നമുക്കറിയാം തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ പ്രമുഖ നേതാക്കളൊക്കെ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു. അവരെ കൂടി കൊടുക്കാൻ ED ശ്രമിക്കുന്നത്. ഡാനി, അതീവ ഗൗരവതരമാണല്ലോ കാര്യങ്ങൾ. ED ഒട്ടും വിടുന്ന മട്ടില്ല. രഞ്ജിത്തെ, അത് തന്നെയാണ്. കാരണം ED ഇതിന് പിന്നാലെ തന്നെയുണ്ട് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പരിശോധനയ്ക്കിടെ ഉണ്ടായ സംഭവങ്ങൾ, അത് അനിഷ്ട സംഭവങ്ങൾ, അത് അതീവ ഗൗരവതരമായിട്ട് തന്നെയാണ് ED കാണുന്നത്. അതിനെ അതേപോലെ തന്നെയാണ് അതിനെ സമീപിക്കുന്നത്. അതിനി കോടതിയിലേക്ക് കൂടി എത്തുകയാണ്. കോടതിയിൽ കക്ഷി ചേരാനാണ് ED ഒരുങ്ങുന്നത്. കാരണം ഇതിൽ ഒരു ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് നേതാക്കൾ അടക്കമുള്ളവർക്ക് ഇതിൽ വ്യക്തമായ രീതിയിലുള്ളൊരു പങ്കുണ്ട് എന്ന രീതിയിലേക്കാണ് ED പോകുന്നത്. അവിടെ നടന്ന അക്രമ സംഭവങ്ങൾ അതിനെ ന്യായീകരിക്കുന്നത് വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണം എന്ന രീതിയിലെല്ലാം തന്നെ പറയുകയാണെങ്കിൽ പോലും അങ്ങനെയല്ല എന്ന് നേതാക്കളുടെ ഒരു ആദ്യ പ്രതികരണം, ഒരു വലിയ നേതാവിൻ്റെ വീട്ടിൽ തന്നെ ഒരു പരിശോധന കേന്ദ്ര ഏജൻസി നടത്തുമ്പോൾ അണികൾ വൈകാരികമായി പ്രതികരിച്ചത് എന്നതെല്ലാം രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ കാണാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവർ ആ കേസിൽ കക്ഷി ചേരുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു. ഇതിൽ കൃത്യമായ
കൃത്യമായ രീതിയിലുള്ള ആസൂത്രണമുണ്ട്, കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അത് നേതാക്കളുടെ അറിവോടുകൂടിയാണ്. ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള ആക്രമിച്ചിട്ടുള്ള ആളുകൾ മാത്രമല്ല ഇതിലുള്ളത്, ഇതിൽ ആസൂത്രണം ചെയ്തവർക്ക് കൂടി ഇതിൻ്റെതായ ഒരു പങ്ക് വളരെ കൃത്യമായിട്ടും ഉണ്ട്. അപ്പോൾ അവർ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക്, ഇ ഡിക്കെതിരെ നടന്ന അക്രമത്തിൻ്റെ പരിധിയിലേക്ക് വരണം എന്ന് തന്നെയാണ് ഇ ഡി ആവശ്യപ്പെടാൻ പോകുന്നത്. ഇ ഡി കക്ഷി ചേരുന്നതോട് ഈ കേസിൻ്റെ മാനങ്ങൾ ഒന്നുകൂടി മാറുകയാണ്. വളരെ ഗുരുതരമായ ഒരു സംഭവത്തിലേക്ക് പോകുന്നു. രാജ്യത്തെ ഒരു വലിയ അന്വേഷണ ഏജൻസിക്ക് നേരെ കരുതി കൂട്ടി ഒരാക്രമണം നടന്നിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഗുരുതരമായ രീതിയിലേക്ക് പോകുന്നു. നിയമപരമായ വലിയ തിരിച്ചടികൾ ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇതിലെ പ്രതിസ്ഥാനത്തേക്ക് വരുന്നവർക്കുണ്ട്. കാരണം അവർ വെറുതെ ആക്രമിച്ചതല്ല, അവരെ നിയോഗിക്കപ്പെട്ടതാണ്, ഇതിനു വേണ്ടി കൃത്യമായ രീതിയിൽ നിയോഗിച്ചതാണ്, അതിൽ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇ ഡി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഏതായാലും ഒരു വശത്ത് ഈ CMRL-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാസപ്പടി കേസിൽ നിയമ പോരാട്ടം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് ഈ രീതിയിലുള്ളൊരു കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഏതായാലും മാസപ്പടി കേസിൽ വീണ വിജയനെ അടക്കം ഈ കോടതിയുടെ ഒരു വിധി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അടുത്ത നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇ ഡിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഏതായാലും ആ കേസിൽ അവരെ ചോദ്യം ചെയ്യുന്നതിന് അവർക്കെതിരെയുള്ള അന്വേഷണത്തിന് ഒരു തടസ്സവുമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ ഹൈക്കോടതി ഇതിൽ വേറെ ഏതെങ്കിലുമുള്ള ഒരു പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി വീക്ഷിക്കുകയാണ്. വളരെ മുതിർന്ന അഭിഭാഷകർ തന്നെയാണ് ഇ ഡിക്ക് വേണ്ടി എത്തുന്നത്. ഒപ്പം തന്നെയാണ് ഈ കേസിൽ ഗൂഢാലോചനയെ സംശയിച്ചുകൊണ്ട് ഇ ഡി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കക്ഷി ചേരാൻ പോകുന്ന നീക്കവും. രഞ്ജിത്ത. ശരി. നവകേരള സഹസ്രയുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. 5 പ്രതികൾക്കെതിരെയും പോലീസ് നരഹത്യ ചുമത്തിയിട്ടുണ്ട്. പ്രതികൾ ഒളിവിലാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ജില്ലാ സെഷൻസ് കോടതി, ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരും. ശരണ്യ, ഇവർ ഒളിവിലാണ്, ശക്തമായ വകുപ്പാണ്, ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാം. ഇതിനിടയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ. എന്തൊക്കെയാണ് ഇവർ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും രഞ്ജിത്ത്, കുറെ നാളുകൾക്ക് ശേഷം ഒരു കേസിൽ നിയമപരമായ യഥാർത്ഥ നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നു എന്ന് പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അന്ന് വാഹനം കടന്നു പോകുന്ന ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ AD തോമസ് അടക്കമുള്ള ഇപ്പോഴത്തെ MLA AD തോമസ് അടക്കമുള്ള ആളുകളെ മർദ്ദിച്ചത്. അന്ന് അകാരണമായി മർദ്ദിച്ചു എന്ന സംഭവത്തിൽ പോലീസ് കൃത്യമായ ഒരു നിയമ നടപടികളിലേക്ക് നീങ്ങാതെ ആ കേസ് അട്ടിമറിക്കപ്പെടുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതിന്റെ വകുപ്പുകൾ, അതായത് സംഘം ചേർന്ന് മർദ്ദിച്ച ജാമ്യം കിട്ടുന്ന വകുപ്പുകൾക്ക് അപ്പുറത്തേക്ക് തലയ്ക്കടക്കം അടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിനകത്ത് വധശ്രമത്തിന്, മനഃപൂർവ്വമുള്ള വധശ്രമത്തിന് വകുപ്പുകൾ അപ്ഗ്രേഡ് ചെയ്ത് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അൽ കല്ലൂർ അടക്കമുള്ള സന്ദീപും അൽ കല്ലൂറും അടക്കമുള്ള ആളുകൾ ഒളിവിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഇവര് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് സമീപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ, അതായത് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി എന്നുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇവര് ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് മുൻകൂർ ജാമ്യം നൽകേണ്ട സാഹചര്യമില്ല, മറിച്ച് അന്ന് ഉണ്ടായിരുന്ന വകുപ്പുകൾ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ അത് പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ കേസ് അന്ന് നൽകിയ അപ്പീൽ തള്ളുകയായിരുന്നു. അതേസമയം ഇന്നിപ്പോൾ SIT ഈ വകുപ്പുകൾ അപ്ഗ്രേഡ് ചെയ്ത് അടക്കമുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത ഇന്ന് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. പ്രതികൾ നേരിട്ട് ഹാജരാവാനുള്ള സാധ്യത കുറവാണ്. മറിച്ച് ഇവർ ഒളിവിൽ പോയിരിക്കുന്നു എന്നാണ് SIT പറയുന്നത്. ഈ പബ്ലിക് പ്രോസിക്യൂട്ടർക്കൊപ്പം തന്നെ ഈ കേസിൽ അന്ന് ആക്രമണത്തിന് ഇരയാക്കപ്പെട്ട അജയ് ജുവൽ കുര്യാക്കോസും ഒപ്പം തന്നെ AD തോമസും കക്ഷി ചേർന്നിട്ടുണ്ട്. അവർ കക്ഷി ചേരാനുള്ള അനുവാദവും കഴിഞ്ഞ ദിവസം കോടതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ സന്ദീപും അൽ കല്ലൂറും ഒപ്പം തന്നെ ബാക്കി ഉള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും അടക്കം 5 പേരുടെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിക്കുന്നത്. ശരി. ടിനി ടോമിനെതിരെ പരാതി നൽകി അൻസിബ ഹസൻ. തനിക്കെതിരെ വർഗീയ പരാമർശം നടത്തുന്നുവെന്നും സ്ത്രീത്വത്തെ അവമാനിക്കുന്നുവെന്നുമാണ് പരാതി. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിലാണ് പരാതി. നവമി ദിനേശ് ശരിയാണ്. നവമി, അങ്ങനെ അമ്മ ഇങ്ങനെ അടിച്ചടിച്ച് കയറുകയാണ്, ഒരു തരത്തിലുമുള്ള സമാധാനമില്ല, പരാതി പ്രളയമാണ്. ഇപ്പോൾ പോലീസിലും എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. നവമി ദിനേശ്,
വിവരങ്ങൾ പങ്കുവെക്കും. ഇപ്പോൾ എൻഫോ പാർക്ക് സ്റ്റേഷനിലും പരാതി എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ സമാനമായി തന്നെ അൻസിബയുടെ പരാതി നോർത്ത് സ്റ്റേഷനിലുണ്ട്. അവിടെ നടി ലക്ഷ്മിപ്രിയക്കെതിരെയാണ് പരാതി. ഇപ്പോൾ ടിനി ടോമിനെതിരെയും പരാതി നൽകിയിരിക്കുന്നു. അങ്ങനെ നിയമ വഴികളിലാണ് അമ്മയിലെ തർക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ എടുത്തു കാട്ടാനുള്ളത്. നവമി, എന്താണ് സംഭവിക്കുന്നത് അമ്മയിൽ? രഞ്ജിത്ത്, നമുക്കറിയാം നേരത്തെ തന്നെ അൻസിബ ടിനി ടോമിനെതിരെ ഇത്തരത്തിലൊരു പരാതി സംഘടനയിൽ നൽകിയിട്ടുണ്ട്. പക്ഷെ ആ സംഘടനയിൽ പരാതി സ്വീകരിച്ച രീതി, അതിലൊരു പരിഹാരം വേണ്ട രീതിയിൽ തനിക്ക് കിട്ടിയില്ല, നീതി കിട്ടിയില്ല എന്നുള്ളൊരു പരാതി അൻസിബ നേരത്തെ തന്നെ അത്തരത്തിലൊരു ആരോപണം അൻസിബ ഉന്നയിച്ചിരുന്നു. എന്തായാലും ആ ആരോപണത്തെ തുടർന്ന് തന്നെയാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അൻസിബ ഇപ്പോൾ ഹിൽ പാലസ് പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് ടിനി ടോമിൽ നിന്നുള്ള ചില പ്രസ്താവനകൾ, തന്നെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ടിനി ടോം പല പ്രസ്താവനകളും നടത്തി, അതിനെതിരെ തനിക്കെതിരെ പല വ്യാജ പ്രചാരണങ്ങളും ഒക്കെ ടിനി ടോമിൻ്റെ ഭാഗത്ത് നിന്നുമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോലീസിൽ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും അൻസിബ ഉടനെ തന്നെ പോലീസിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്തുവാനായി എത്തും. അതിനുശേഷമായിരിക്കും ടിനി ടോമിനെയും വിളിപ്പിക്കുക. നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ കേസ് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ലക്ഷ്മിപ്രിയക്കെതിരെയും ഒരു മാനനഷ്ട കേസ് അൻസിബ നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി ലക്ഷ്മിപ്രിയയെ ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് ലക്ഷ്മിപ്രിയനെ വിളിച്ചു വരുത്തി ലക്ഷ്മിപ്രിയയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് പോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. എന്നാലും 2 പരാതികൾ അൻസിബ നൽകിയിരിക്കുന്ന ടിനി ടോമിനെതിരെയും ലക്ഷ്മിപ്രിയക്കെതിരെയും ഈ 2 പരാതികളിലും പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇരു കൂട്ടരെയും വിളിച്ച് സംസാരിച്ച ശേഷം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണെങ്കിൽ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകാമെന്നാണ് പോലീസും തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും സംഘടനയ്ക്കുള്ളിൽ തീർക്കേണ്ട പല പ്രശ്നങ്ങളും ഇപ്പോൾ പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതൊരു നിയമ നടപടികളായൊക്കെ പോകുന്നത് അമ്മ സംഘടനയെ തന്നെ വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്നാണ് മുതിർന്ന താരങ്ങളടക്കം പറയുന്നത്. ശരി നവമി. മറ്റു വാർത്തയിലേക്ക് പോകണത് കൊച്ചിയിൽ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പെൺകുട്ടികളെ ആക്രമിച്ച് ഒരു സംഘം യുവാക്കൾ എന്നുള്ളതാണ്. പുലർച്ചെയാണ് സംഭവം. പെൺകുട്ടികളിൽ ഒരാളെ നിലത്തിട്ട് ചവിട്ടി, നെഞ്ചിലുൾപ്പെടെ ചവിട്ടി ഗുരുതരമായ പരിക്കേറ്റ പെൺകുട്ടിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അക്രമി സംഘത്തിനായി ഇപ്പോൾ പോലീസിന്റെ വലിയ തെരച്ചിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം സംഭവം അന്വേഷിക്കാനെത്തിയ പോലീസ് പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ചുവെന്നും അക്രമം നടന്ന സ്ഥലത്ത് എന്തിന് പോയി എന്നും ചോദിച്ചുവെന്ന് സുഹൃത്ത് പറയുന്നുണ്ട്. നമ്മളെ 2 സുഹൃത്തുക്കളാണ്. ഇവർ വർക്ക് കഴിഞ്ഞിട്ട് ഇവരെ കലൂരിനകത്ത് പുതിയ റോഡ് ചക്കാലപ്പുറം പടം നിറഞ്ഞ റോഡിനകത്ത് ഇവരങ്ങോട്ട് വരുമായിരുന്നു. റൂമിലോട്ട് പോകുമായിരുന്നു. 2 സുഹൃത്തുക്കളാണ്, 2 വനിതാ സുഹൃത്തുക്കളാണ്. അപ്പോൾ റൂമിലോട്ട് പോകുന്ന സമയത്ത് ഒരു 8ഓളം വരുന്ന സംഘം അവിടെ പോകുന്ന വഴിയിൽ അവിടെ തങ്ങി നിന്നവരെ ഒരു സെക്ഷലി ഒരു കമൻ്റ് അടിക്കുകയും അങ്ങനെ അതിനകത്ത് 6 ആൺകുട്ടികളും 2 സ്ത്രീകളാണ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. സെക്ഷലി ഇങ്ങനെ കമൻ്റ് അടിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ അവിടെ തടഞ്ഞു നിർത്തി ഒരു സംഘം ചേർന്ന് ആക്രമിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് ഈ ഒരു കുട്ടിയുടെ മുടി പിടിച്ച് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു സെക്ഷലി സാധനങ്ങളൊക്കെ പറയുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഫോണ് പിടിച്ചിട്ട് ഫോണ് മുഴുവനായിട്ടും നിലത്തെറിഞ്ഞ് 2-3 തവണ നിലത്തെറിഞ്ഞ് മുഴുവനായിട്ടും ഫോണ് തകർന്നു പോയി. ഫോണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ അത് കുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ചിട്ടാണ് ഫോണ് കൈക്കലാക്കുന്നത്. എന്നിട്ട് പിന്നെ കുട്ടിയെ മുടി പിടിച്ചിട്ട് റോഡിലേക്ക് അടിച്ചു, മുടി പിടിച്ചിട്ട് റോഡ് കൂടെ വലിച്ചു. പിന്നെ ഇതിനകത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് കാണിക്കാൻ വേണ്ടി പിന്നെ കുട്ടിയുടെ ഡ്രസ്സ് വലിച്ചു കയറാൻ വേണ്ടി ശ്രമിച്ചു. ഇവിടെ കഴുത്തിന് താഴെയും ചെസ്റ്റിന് മേലെയായിട്ട് ഇവിടെ ഇങ്ങനെ ഈ ആക്രമിച്ചതിൻ്റെ നഖത്തിൻ്റെ പാടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആകെ നഗരത്തിനകത്ത് ഇത്തരത്തിലൊരു സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ലാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്, ഏറ്റവും അവസാനത്തെ ഉദാഹരണം കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് ഇത്രയും വലിയൊരു അപകടം ഇതിനകത്ത് ഉണ്ടായിട്ട് പോലും നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് പോയി. ആദ്യം ഹോസ്പിറ്റലിനകത്ത് ഇവിടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിനകത്താണ് പോകുന്നത്. ജനറൽ ഹോസ്പിറ്റലിനകത്ത് എത്തി അവിടെ പ്രാഥമിക ശുശ്രൂഷകൾ ചെയ്ത സമയത്ത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് വരുന്നുണ്ടായി. എൻക്വയറി എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൊരു ചോദ്യം എങ്ങനെയാണ്, നിങ്ങൾ എന്തിനാണ് 4 മണിക്ക് ഈ ഒരു 4:30ക്കാണ് ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത്, 4:30ക്ക് എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഈ ഒരു വഴിക്ക് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട ഈ ഡ്രസ്സാണ് ഇട്ടത്, എങ്ങനെ ഇത്രയും ഒരു ഇതിൽ നിൽക്കുന്ന ഇത്രയും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു കുട്ടിയോട് ചോദിക്കുക, പിന്നെ ഇങ്ങനെ ചോദിക്കുന്നു വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത്, പിന്നെ 4:30ക്ക് എന്തിനാണ് പോകുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അത് ഒരു ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച എന്നുള്ള
നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, എന്താണ് സംഭവിച്ചത്? ഈ ഗുണ്ടാക്രമണത്തിന് കുപ്രസിദ്ധിയുള്ള നഗരമാണ് കൊച്ചി. ഇതേത് ഭാഗത്താണ് ഈ പ്രശ്നം ഉണ്ടായത്? രഞ്ജിത്ത്, കലൂരാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്ന് പുലർച്ചെ 4:30 അതായത് ആക്രമിക്കപ്പെട്ട 2 പെൺകുട്ടികൾ, അവർ 20 21 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ്. അവർ പഠനം കഴിഞ്ഞതിന് ശേഷം ഉപരിപഠനവും അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ട്. ആ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇന്ന് സാധാരണ പോലെ ജോലി കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുകയായിരുന്നു. ആ പോകുന്നതിനിടയിലാണ് ഈ പെൺകുട്ടികൾക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായത്. അവർ നടന്നു പോകുന്നത് കണ്ട് കുറച്ച് സംഘം, അതിൽ പെൺകുട്ടികളും ഉണ്ടായിരുന്നു, ഒരു 8 പേരടങ്ങുന്ന സംഘം, അതിൽ 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഈ സംഘത്തിലുള്ള ആൺകുട്ടികൾ ഈ അതിക്രമത്തിനിരയായ പെൺകുട്ടികളോട് വളരെ മോശമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തി. അത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് അതിലുണ്ടായിരുന്ന യുവാക്കൾ ചേർന്ന് ഈ പെൺകുട്ടിയെ ആക്രമിച്ചത്, 2 പെൺകുട്ടികളെയും ആക്രമിച്ചത്. ഇത് ആക്രമിക്കുന്നത് കണ്ട് മറ്റൊരു പെൺകുട്ടി, ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി മൊബൈൽ ഫോൺ എടുത്ത് ആ ദൃശ്യങ്ങൾ പകർത്തി. അതിൽ പ്രകോപിതനായിട്ടാണ് അതിലുള്ള യുവാക്കൾ ആ മൊബൈൽ ഫോൺ അടക്കം എറിഞ്ഞു പൊട്ടിക്കുകയും ഈ പെൺകുട്ടിയെ നിലത്തിട്ട് ചവിട്ടി, നെഞ്ചത്ത് ചവിട്ടി എന്നാണ് പറയുന്നത്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ ക്രൂരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്ത്, ഈ ആൺകുട്ടികൾ ഈ പെൺകുട്ടികളെ ആക്രമിക്കുന്ന സമയത്ത് ആൺകുട്ടികളുടെ ഒപ്പം തന്നെ 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ പോലും ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പെൺകുട്ടികൾ വേദന കൊണ്ട് നിലവിളിക്കുന്നത് കേട്ട് ഈ ആൺകുട്ടികൾ ചിതറി ഓടുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് യൂബർ വിളിച്ച് ജനറൽ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി. ആശുപത്രിയിൽ തന്നെ നോർത്ത് പോലീസിനെ വിവരം അറിയിച്ചു. പക്ഷേ പോലീസിൽ നിന്നും തങ്ങൾക്ക് ഏറെ വേദനിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ കിട്ടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ പോലീസ് നടത്തിയെന്ന് കൂടി പെൺകുട്ടികൾ പറയുന്നുണ്ട്. അത് ഈ വസ്ത്രം ധരിച്ചിട്ടാണോ പോയത്, എന്തിനാണ് പുലർച്ചെ 4:30 ഈ വഴിയിൽ കൂടി പോയത് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പറയുന്നു. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. പെൺകുട്ടികൾ ഇവിടെ പോലീസിന് മൊഴി നൽകുകയാണ്. പോലീസ് ഈ സംഭവം നടന്ന സ്ഥലത്തെത്തി അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ കുട്ടികൾ ചിതറി ഓടുന്ന വിഷ്വൽ മാത്രമാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്ന ഇടത്തെ CCTV കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ആൺകുട്ടികളെ ഒപ്പമുണ്ടായിരുന്നു, തന്നെ ആക്രമിച്ച ആളുകളെ കണ്ടാൽ തിരിച്ചറിയാമെന്നാണ് പെൺകുട്ടികൾ പറയുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള മൊഴി എടുത്ത ശേഷം പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നിട്ടുമുണ്ട്. ശരി നവമി. തിരുവനന്തപുരം വട്ടക്കുളങ്ങരയിൽ ഗവൺമെന്റ് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന് വീണ സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് കൈമാറും. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് നഗരസഭാ മേയർ VV രാജേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അട്ടക്കുളങ്ങര സ്കൂളിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഭാഗത്തെ മേൽക്കൂര അടർന്നു വീണത്. 3 കോടി രൂപ ചെലവിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പണി പൂർത്തിയാക്കിയ കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് അട്ടക്കുളങ്ങര ഗവൺമെൻറ് സ്കൂളിൻ്റെ ഈ പ്രധാനപ്പെട്ട ഭാഗം. ഇവിടെയാണ് ഇന്നലെ വൈകുന്നേരം 5:30 ഈ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയാണ് തകർന്ന് താഴേക്ക് പതിച്ചത്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ പരിസരത്ത് തന്നെ ചിതറിക്കിടപ്പുണ്ട്. നമുക്കറിയാം, സ്കൂൾ സമയം അവസാനിച്ച് ജീവനക്കാരൊക്കെ വീടുകളിലേക്ക് മടങ്ങിയതിനാൽ മാത്രമാണ് അതൊരു അപകടത്തിലേക്ക് നയിക്കാതിരുന്നത്. 30ഓളം പേർ ഈ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അതേസമയം ഈ അപകടത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുൻ വിദ്യാഭ്യാസ മന്ത്രിയും നിലവിലെ കോർപ്പറേഷനും അധികൃതരുമൊക്കെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മേയർ VV രാജേഷ് ഇന്നലെ സ്ഥലം സന്ദർശിച്ച ശേഷം രൂക്ഷമായ വിമർശനമാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിക്കും വകുപ്പിനുമെതിരെയൊക്കെ ഉന്നയിച്ചത്. കാരണം 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ കെട്ടിടം എങ്ങനെ കാലപ്പഴക്കം ചെല്ലുന്നതിന് മുമ്പ് ഇങ്ങനെ തകർന്നു വീണു, അപ്പോൾ നിർമ്മാണത്തിൽ അനാസ്ഥയുണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ പരിശോധന വേണമെന്ന ആവശ്യമൊക്കെയാണ് മേയർ മുമ്പോട്ട് വെച്ചത്. അതോടൊപ്പം കോർപ്പറേഷൻ ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്ന മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ്, പിന്നെ എങ്ങനെ ഇതിവിടെ പ്രവർത്തന സജ്ജമായി, അല്ലെങ്കിൽ ഇത് കുട്ടികൾ ഇവിടേക്ക് എത്തിയിരുന്നില്ല എങ്കിലും പിന്നെ ഇത് എങ്ങനെ പ്രവർത്തന സജ്ജമായി എന്ന ഒരു വലിയ ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഇപ്പോഴും
ഓടുകൾ ഇളകിയ നിലയിൽ തന്നെയാണ്. വശങ്ങളിലൊക്കെ നമുക്ക് കാണാം. കനത്ത മഴയൊന്നും പെയ്യുന്നില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ എങ്ങനെയാണ് സാധാരണ മഴ പെയ്ത് എന്തെങ്കിലും വലിയ ഒരു പ്രതിസന്ധികളിലേക്ക് നീങ്ങുമ്പോഴാണ് കെട്ടിടത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ അത് മാറുന്നത്. പക്ഷേ അങ്ങനെ ഒരു മഴ ഇന്നലെ രാത്രി പെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അത് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീന് കൈമാറും. അതിനുശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികൾ എന്ത് വേണമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ഈ നിർമ്മാണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അട്ടക്കുളങ്ങര സ്കൂളിലെ കെട്ടിടം തകർന്നു വീണതിൽ മേയർ വി രാജേഷിന് വി ശിവൻകുട്ടിയുടെ മറുപടി. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പ്രതികരണം നടത്തേണ്ടത് പഠിച്ചതിന് ശേഷമാകണം. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത് പൊളിച്ചു നീക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭയ്ക്കാണെന്നും വീഴ്ച മറച്ചുവെക്കാൻ മറ്റുള്ളവരെ വിമർശിക്കുന്നതിൽ കാര്യമില്ലെന്നും വി ശിവൻകുട്ടി ന്യൂസ് 18 പറഞ്ഞു. BJP നേതാക്കൾ പ്രത്യേകിച്ച് മേയർ ഇന്നലെ അവിടെ സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിച്ചത് 3 കോടി രൂപയുടെ ചെലവിൽ നിർമ്മാണം നടത്തിയ ഒരു കെട്ടിടം കാലപ്പഴക്കം ചെല്ലുന്നതിന് മുമ്പ് എങ്ങനെയാണ് തകർന്നു വീണത്, അതിൽ ദുരൂഹതയുണ്ട് എന്നൊക്കെയാണ്. അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എനിക്ക് അയാൾക്ക് മാത്രമേ അതിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം ഉണ്ടാവുള്ളൂ. ഇന്ത്യയിൽ ആർക്കും തന്നെ അങ്ങനെ ഒരു വിജ്ഞാനവും ഒരു ബോധവും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുന്നില്ല. എൻ്റെ അറിവിൽ 15 ലക്ഷം രൂപയുടെ ഒരു മെയിൻ്റനൻസ് വർക്ക് അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ബാക്കി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിവരത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. ഇത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വസ്തുതയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് അത്ര ഗുണമായിട്ട് ആണ് തോന്നുന്നില്ല. രണ്ടാമത്തെ ഉത്തരവാദിത്തം കോർപ്പറേഷൻകാർ ഈ കാര്യത്തിൽ എന്ത് ചെയ്തു? മെയിൻ്റനൻസ് നടത്തിയ ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലയോ? അതല്ലാതെ വേറൊരു ഉത്തരവാദിത്വമാണ് കോർപ്പറേഷൻ ഉള്ളതെന്ന് വെച്ചാൽ തകരാറായിരിക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുക എന്നുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനല്ല, കോർപ്പറേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലും വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ തങ്ങളുടെ വീഴ്ച മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ കള്ളത്തരം പറഞ്ഞതിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമെന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ചരിത്രം കുറിച്ച് ഫുട്ബോൾ ലോകകപ്പിൽ ആദ്യമായി മലയാളിയുടെ സാന്നിധ്യം. ഖത്തറിന്റെ അന്തിമ ടീമിൽ തലശ്ശേരിക്കാരൻ തഹസീൻ മുഹമ്മദാണ് ഇടപിടിച്ചത്. ഖത്തർ ദേശീയ ടീമിനായി അണ്ടർ-16, അണ്ടർ-17, അണ്ടർ-19 വിഭാഗങ്ങളിൽ തഹസീൻ കളിച്ചിട്ടുണ്ട്. വാർത്താമൂലത്തിന് പൂർണ്ണമാകുകയാണ്. ഇനിയിപ്പോൾ ന്യൂസ് ട്രെൻഡ്സ് കാണാം. TG സയ്യിദ് ചേരും.